إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നമ്മുടെ മീഡിയകളും നേതാക്കന്മാരുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾക്കൊക്കെ അറിയാം. പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുകയും ഓരോരുത്തരും ചെയ്യുന്ന കുറ്റങ്ങൾ പിടിക്കപ്പെടുകയോ ജനമധ്യത്തിലെത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ മറുഭാഗത്തും അങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടതില്ല എന്ന മധ്യസ്ഥ തീരുമാനമുണ്ടാക്കി താന്തോന്നിത്തം കാണിക്കാനുള്ള ഒരു ചാൻസ് എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നു. നമ്മുടെ മീഡിയകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവനം ഈ നാട്ടിൽ എവിടെയെങ്കിലും നടക്കുന്ന ഏതെങ്കിലും സംഭവങ്ങളുടെ പിന്നാലെ കൂടി അത് ചുഴിന്നന്വേഷിച്ച് പകർത്തിയെടുത്ത് നാട്ടുകാരുടെ മുമ്പിൽ, ബഹുജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങനെ വലിയൊരു സേവനമായിട്ട് അവരത് കാണുന്നു. ഞങ്ങളാണത് എക്സ്ക്ലൂസീവാണ്, ഞങ്ങൾക്കാണ് ആദ്യം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളൊക്കെ തന്നെയും ഇതിൻ്റെയൊക്കെ ഭാഗമായി മാറുന്നു. ഇതിൻ്റെ ശരി തെറ്റുകളൊന്നും വിലയിരുത്താൻ കഴിയാത്ത വിധം ഒരു മതത്തിൻ്റെ ആളുകൾ എന്ന നിലയ്ക്ക് ഇതിലെ ശരി തെറ്റുകളൊന്നും വിലയിരുത്താൻ കഴിയാത്ത വിധം ഏതെങ്കിലും കക്ഷി ചേർന്നോ പക്ഷം ചേർന്നോ അല്ലെങ്കിൽ ഈ മീഡിയകൾ ഉണ്ടാക്കുന്ന ഈ ഭ്രമത്തിൽ ലയിച്ചു ചേർന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ അറിയാതെ ചെന്ന് വീഴുന്നൊരവസ്ഥയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മതത്തിൻ്റെ ആളുകളാണ്. നമ്മളെ സംബന്ധിച്ച് ഈ തിന്മകൾ അത് ആര് എങ്ങനെയൊന്നൊന്നുമല്ല, തിന്മകൾ അത് വലുതും ചെറുതുമൊക്കെയുണ്ട്. അതാര് ചെയ്താലും തിന്മയാണ്. നമ്മൾക്ക് അതിനോട് ഒരു ദാക്ഷിണ്യവുമില്ല.
അത് സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതുണ്ടാക്കുന്ന വൻ വിപത്ത് നമ്മുടെ നാട്ടിൽ ആരും തിരിച്ചറിയുന്നില്ല. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ മീഡിയകൾ ചെയ്യുന്ന ഈ സേവനം വഴി നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും, അവർക്കൊന്നും ഇതിൻ്റെ പല കാര്യങ്ങളും അറിയാൻ പ്രായമായിട്ടില്ല, എന്നാൽ പോലും ഇത്തരം വഷളത്തരങ്ങൾ, അതാര് എന്നുള്ളതല്ല, ഈ വഷളത്തരങ്ങൾ വളരെ സാധാരണ സംഭവമായിട്ട് നമ്മുടെ വീട്ടിനകത്ത് ചർച്ച ചെയ്യുന്നു, നാലാളുകൾ കൂടുന്നിടത്ത് ചർച്ച ചെയ്യുന്നു, ആളുകളുടെ ഒരു വാഗ്വാദത്തിന്റെ വേദിയും വിഷയവും ഒക്കെ ആയിട്ട് ഈ വഷളത്തരങ്ങൾ മാറുന്നു. എന്താ ഇതിന്റെ പരിണിതി? ഏറ്റവും ആദ്യം സംഭവിക്കുന്ന ദൂഷ്യം, തിന്മകളോട്, അതിൻ്റെ ഗൗരവത്തോട് ഒരു പരിഗണനയും ആരുടെയും മനസ്സിലുണ്ടാകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ, പല കാര്യങ്ങളും പലയിടത്തും നടക്കാറിന് മുമ്പൊക്കെ അതാ നടന്നിടത്ത് ഒതുങ്ങും, അത് കഴിഞ്ഞു, അതിൻ്റെ രക്ഷയോ ശിക്ഷയോ ഒക്കെ അവരോ ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ഇത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയാണ്. ആ പ്രചാരണത്തിന്റെ ഫലമായിട്ട് നടക്കുന്ന എന്താണ്? ഇത് നാട്ടിലൊക്കെ നടക്കുന്ന, നമ്മൾ പറയുന്ന പത്രഭാഷ സാർവലൗകികമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾക്കൊക്കെ അതിൽ പങ്കുചേരാം. തീരുമാനം പറയേണ്ടതില്ല, സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ അതിൽ പങ്കുചേരുന്നു. കിട്ടുന്ന ചാൻസ് അവനവന് ഉപയോഗിക്കാം എന്ന് എല്ലാവരും ധരിക്കുന്നു. ആ രീതിയിലേക്ക് മാനസികാവസ്ഥ മാറുന്നു. തിന്മകളോടുള്ള പ്രതിഷേധം മനസ്സിൽ നിന്ന് മാറുന്നു. കാരണം അങ്ങേ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങേ ഭാഗത്ത് ചെയ്തിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്, പിന്നെന്താ തിന്മയായിക്കൂടെ എന്ന് നമ്മളെ പഠിപ്പിക്കപ്പെടുകയാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് എടുക്കുന്ന തീരുമാനം അങ്ങനെയായി മാറുകയാണ്. അങ്ങനെ തിന്മകളോട് രാജിയാകുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഇപ്പോഴല്ല, വളരെ കുറച്ചു മുമ്പേ ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമുക്കൊരു മതത്തിന്റെ മനസാക്ഷിയാണ് വേണ്ടത്, ദീനിന്റെ മനസാക്ഷി. ആ ദീനിന്റെ മനസാക്ഷി തിന്മയോട് രാജിയാകാൻ കഴിയില്ല എന്നതാണ്. ഒരിക്കലും തിന്മയോട് രാജിയാകാൻ കഴിയില്ല. നന്മയുടെ പക്ഷത്തെ നമ്മൾ ഉണ്ടാവൂ എന്നത് നമ്മളുടെ ഒരു ദീനിന്റെ ആശയമാണ്. ആ ആശയം ചോർന്നു പോവുകയാണ്. കക്ഷി ചേർന്ന് വിഭാഗീയത കാണിച്ച് ഇത് പരക്കെ എല്ലാവരുടെയും ദേഹത്ത് എറിഞ്ഞു പിടിച്ച് ഇതിലൊരു പങ്കുമില്ലാത്തവരൊക്കെ ഈ ചെളിയിൽ കുളിക്കുന്ന അവസ്ഥ വരിക. അത് ചർച്ച ചെയ്യുന്നത്, നിങ്ങൾ നോക്കൂ, ഇത്തരം കാര്യങ്ങൾ കേൾക്കുകയും വായിക്കുകയും കാണുകയും ഒക്കെ മീഡിയകളിലും ഓൺലൈനിലും ഒക്കെ കാണുകയും ചെയ്യുന്ന ആളുകളുടെ മനോവികാരം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അതൊക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കണ്ട് രസിക്കുക, അതിങ്ങനെ ഒരു തരം മനോസുഖം അനുഭവിക്കുന്ന ആളുകൾ, ഒരു തരം മനോരോഗമാണത്. ഈ വൃത്തികേടുകൾ കണ്ട് ആസ്വദിക്കുന്ന മനോരോഗത്തിലേക്ക് മനുഷ്യർ മാറുന്നു. ആ മാറ്റം വിശ്വാസികളിലും സംഭവിക്കുന്നു. സാമൂഹിക അന്തരീക്ഷം അങ്ങനെ ആയതുകൊണ്ട് ഇത് മതം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. വിശുദ്ധ ഖുർആന്റെ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിമ. ഇത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ആശയമാണ്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ. തിന്മ പറയാൻ ആർക്കും അവകാശമില്ല. അത് ലാ യുഹിബ്ബുൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. തിന്മ പ്രചരിപ്പിക്കുന്നതും പറയുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലാ മൻ ളുലിമ, മർദ്ദിതനായ ഒരാൾക്ക് അത് പറയാം. ആക്രമിക്കപ്പെട്ട ഒരാൾക്ക് തന്റെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി അത് പറയാം. അതെവിടെ പറയാം? അതിന് ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ പറയാം. ഞാനിങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ഞാനിങ്ങനെ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്, എൻ്റെ അവകാശം ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അതിന് പരിഹാരം എവിടെയാണോ കിട്ടുന്നത് ആ കിട്ടുന്ന കേന്ദ്രത്തിൽ പറയാമെന്നല്ലാതെ ആ നടന്ന തിന്മ നാട്ടിലാകെ പ്രചരിപ്പിച്ച് ജനങ്ങളുടെ ദേഹത്തൊക്കെ എറിഞ്ഞു പിടിപ്പിച്ച് എല്ലാവരെയും ദേഹത്ത് ഈ വൃത്തികേട് എത്തിച്ച് ആളുകൾക്ക് ഈ തിന്മയോട് ഒരു ഗൗരവമില്ലാത്ത വിധം സാധാരണമായി മാറുന്ന അവസ്ഥ സംജാതമായി കൂടാ. ഇത് മതം നിഷ്കർഷിക്കുന്ന ഒരു കാര്യം. പക്ഷെ നമ്മൾക്ക് പോലും ആ ഒരു നിലവാരം വിട്ടുപോകേണ്ടി വരികയാണ്. കാരണം അങ്ങനെയാണ് അന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷം അങ്ങനെയാണ്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ മിനൽ ഖൗലി. തിന്മ പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. തിന്മ പറയുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. മർദ്ദിതന് മാത്രമേ അത് പറയാൻ പാടുള്ളൂ. അത് അയാളുടെ ഒരു അവകാശമാണല്ലോ.
അയാൾ മർദ്ദിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു, കയ്യേറ്റത്തിന് വിധേയമായി, അല്ലെങ്കിൽ ഏത് തരത്തിലെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യണം? പരിഹാരം കിട്ടേണ്ടതുണ്ട്. ആ പരിഹാരം കിട്ടുന്ന കേന്ദ്രത്തിൽ അത് പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കുക എന്നതല്ലാതെ എല്ലാവരുടെയും മുന്നിൽ അതിങ്ങനെ വിളമ്പി പറഞ്ഞ് അതിന്റെ എല്ലാ ഗൗരവവും പോയി ആളുകൾക്കൊക്കെ ഇങ്ങനെ ഒരു ആഗോള സംഭവമാണ്, എല്ലാവർക്കും കുറച്ച് കൈയിട്ട് വാരാമെന്ന് തോന്നുന്ന ഒരു മനോഭാവത്തിലേക്ക് വിഷയങ്ങൾ പോകാൻ പാടില്ല. അത് ഇസ്ലാം ഉദ്ദേശിക്കുന്ന കാര്യമല്ല. അത് നമ്മുടെ നാട്ടിൽ ഈ ചാനലുകൾ എന്നൊക്കെ പറഞ്ഞാൽ, മീഡിയകൾ എന്നൊക്കെ പറഞ്ഞാൽ, സോഷ്യലും പ്രിന്റഡും വിഷ്വലൊക്കെ ആയിട്ടുള്ള മീഡിയകളിലൊക്കെ നടക്കുന്ന കാര്യം ഇതാണ്. ഇത് നമ്മൾ കാണാതെയും കേൾക്കാതെയും പോകാനും നമ്മൾക്ക് കഴിയില്ല. പക്ഷെ നമ്മളുടെ ദീനിന്റെ ഭാഗം നമ്മൾ പിടിച്ചു നിർത്തിയേ പറ്റൂ. തെറ്റുകളോട് നമ്മൾക്ക് രാജിയാകാൻ കഴിയില്ല. ഏത് കക്ഷിയായാലും അവനവന്റെ കക്ഷിയായാലും രാജിയാകാൻ കഴിയില്ല. തിന്മകളോട് നമ്മൾക്ക് രാജിയാകാൻ കഴിയാത്ത പ്രതിഷേധിക്കുന്ന ഒരു മനസ്സ് നമ്മൾക്ക് വേണം. നമ്മുടെ ജിഹാദി മനോഭാവം അതാണ്. ഇവിടെ ആർക്കും ഇല്ലാത്തൊരു മനോഭാവം ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചെന്താണ്? ജിഹാദി മനോഭാവം. അതെന്താണ്? തിന്മകളോട് രാജിയാവാതെ, സന്ധിയാവാതെ നേരിടാൻ തന്നെയാണ്. റസൂൽ പറഞ്ഞു, നന്മ കൽപ്പിക്കുകയും, ഖുർആൻ ആയത്ത് പറയുന്നു, തിന്മ വിരോധിക്കുകയും ചെയ്യണമെന്നാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇത് വിശ്വാസിയുടെ ഒരു പണിയാണ്. നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ സദാചാരപരമായ കാര്യങ്ങളൊക്കെ കൽപ്പിക്കണം. നമ്മളത് നമ്മുടെ പണിയാണ്. സദാചാര വിരുദ്ധമായി എല്ലാറ്റിനെയും നിരോധിക്കണം എന്ന് റസൂൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. കൈ കൊണ്ട് കൈ കൊണ്ട് തടയാൻ കഴിയുന്നാണെങ്കിൽ കൈ കൊണ്ട് തടയണം. ഇല്ല ഫബിലിസാനിഹി, നാവ് കൊണ്ടാണെങ്കിൽ നാവ് കൊണ്ട് തടയണം. ഇനി അതൊന്നും കഴിയില്ല, അങ്ങനെ കഴിയാത്ത അവസ്ഥ ഉണ്ടല്ലോ, പിന്നെന്താ പരിഹാരം? മനസ്സുകൊണ്ട് അതിനോട് പ്രതിഷേധിക്കെങ്കിലും വേണമെന്ന്. ആ പ്രതിഷേധം, അതിനെപ്പറ്റി റസൂൽ പറഞ്ഞത് ഈമാൻ, അത് ഈമാന്റെ ഏറ്റവും ദുർബലമായ അങ്ങേയറ്റമാണ്. അതാണ് വിട്ട ഈമാനാണ് പോകുന്ന. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്ന ആലോചിച്ച് നോക്കുക. തിന്മയോടുള്ള നമ്മുടെ മനോഭാവം എന്താ നമ്മൾ പരിശോധിച്ചാൽ മതി. തിന്മകൾ കക്ഷിഭേദമന്യേ മറ്റെന്ത് വിഭാഗീയതയുടെയും പേര് ന്യായീകരിച്ചുകൂടാ തിന്മകളെ. നമ്മുടെ മനസ്സ് കൈകൊണ്ട് തടുക്കാൻ കഴിയുന്നത് തടുക്കണം. ഇപ്പൊ മക്കളുടെ കാര്യത്തിൽ നമുക്ക് കൈകൊണ്ട് തടയാൻ കഴിയും ചിലതൊക്കെ, ഇപ്പൊ അതും കഴിയില്ല. നാവ് കൊണ്ട് തടയാം, പറഞ്ഞു നോക്കാം. മനസ്സുകൊണ്ട് ഒരു പ്രതിഷേധം കൂടി ഈ കാര്യത്തിൽ നമ്മൾക്കില്ല എങ്കിൽ മനസ്സ് ദ്രവിച്ച് ദുർബലമായി, ഈമാൻ ദുർബലമായി എന്ന റസൂൽ പറഞ്ഞത്. അതിനേക്കാൾ താഴൊരു ഈമാൻ അല്ല. അള്ളാഹുൽ ഈമാൻ ഏറ്റവും ദുർബല ഈമാൻ അല്ല എന്നല്ല, അള്ളാഹുൽ ഏറ്റവും ദുർബലമായ ഈമാനാണെന്ന് ഇത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു അവസ്ഥ, ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ മനസ്സ് പോകരുത്. അത് നമ്മൾ ഈ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കണം. നമുക്ക് പരലോകമാണ് വിഷയം, നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കണം. വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ, തീർച്ചയായിട്ടും അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ പരലോകത്ത് കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. എല്ലാ കാര്യവും ഇവിടെ തീരുമാനാവില്ല. നമ്മളുടെയൊക്കെ തന്നെ സ്വകാര്യ ജീവിതവും പരസ്യ ജീവിതവും ഇവിടെ തീരുമാനമാവോ? ഇല്ലല്ലോ. ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ യൗമ തുബ്ല സറായിർ, എല്ലാ രഹസ്യങ്ങളും പരീക്ഷിക്കപ്പെടുന്ന ഒരു ദിവസമാണത്. എല്ലാവരുടെയും രഹസ്യങ്ങളും പരസ്യങ്ങളും കൊണ്ടുവന്ന് അവിടുന്ന് വിചാരണ നടക്കും. ഫമാലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ, അന്ന് അവനൊരു ശക്തിയും സഹായിയും ഉണ്ടാവില്ല. അവിടെ വരും, അത് അള്ളാഹു തീരും. പക്ഷെ അതിനു മുമ്പ് നമ്മളുടെ ജീവിതം മലിനമാവരുത്, ചെളി പുരണ്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ഈ പറയുന്നത്, ചെയ്യാതിരുന്നാലും ഇത് കണ്ടും കേട്ടും വായിച്ചും ആസ്വദിച്ചും ഒരു തരം മനോസുഖം അനുഭവിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ നോർമൽ അല്ല, സാധാരണമല്ല എന്നാണ് അതിനർത്ഥം. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറേണ്ടതുണ്ട്. പിന്നെ റസൂലുള്ള പറഞ്ഞൊരു വാക്ക് നോക്കൂ, വിശ്വാസിയുടെ ഒരു നിലപാട്. ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഫി അസ്ലി ജബലിൻ. റസൂൽ പറയും, ഒരു വിശ്വാസി അയാൾ തൻ്റെ തിന്മകളെ പറ്റി, നമ്മളെ തിന്മകളെ പറ്റി എടുക്കുന്ന ഒരു നിലപാട് റസൂൽ പറഞ്ഞു. എന്താ നിങ്ങൾ? കഅന്നഹു ഫി അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി, അയാൾ ഇരിക്കുന്നത് ഒരു പൊളിഞ്ഞു ചാടാൻ നിൽക്കുന്ന ഒരു മലയുടെ അടിയിലിരിക്കുന്നത് പോലെയാണെന്ന്.
എപ്പോഴും അയാൾക്ക് ഉണ്ടാവുക. അയാളുടെ തിന്മയോടുള്ള അയാളുടെ നിലപാട് ചെരിഞ്ഞു നിൽക്കുന്ന, എപ്പോഴും പൊളിഞ്ഞു ചാടാം, അതിനുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരു മഴയുടെ മുരട്ട് പോയി ഇരിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്താ? അതിപ്പോ പൊളിഞ്ഞു ചാടും എന്റെ തലയിൽ കൂടെ എന്നാണ്. ആ പേടി നമ്മളുടെ തിന്മകളെ പറ്റി നമ്മൾക്കുണ്ടാവണം. അതാണ് മുഅ്മിന്റെ നിലപാട് എന്ന് റസൂല് പറഞ്ഞു. അതാണ് മുഅ്മിന്റെ നിലപാട്. തിന്മകളോട് നമ്മൾക്കുള്ള നിലപാട് അതാണ്. നമ്മളെ തിന്മകൾ നമ്മളെ വിഴുങ്ങിക്കളയുമോ? നമ്മളുടെ മുതുകിലൂടെ, തലയിലൂടെ അത് ചാടി, പൊളിഞ്ഞു ചാടി നമ്മൾ അതിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയാണ് ഒരു മുഅ്മിന് തന്റെ തിന്മകളോട് ഉണ്ടാകുന്നത്. വൈനൽ ഫാജിറ, അധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, തിന്മകൾ തന്നെ ചെയ്യുന്ന ഫാജിർ, ഫുജൂറുകൾ തന്നെ ചെയ്യുന്ന ആളുകൾ, യറാ ദുനൂബഹു കസുബാബിൻ വഖാല അംഫി ഫഖാല ബിഹി ഹകദ. റസൂൽ പറഞ്ഞെങ്ങനെയാണോ? അയാള് തിന്മകൾ ഇങ്ങനെ ചെയ്യുന്നു, അയാൾ അതിൻ്റെ ആളാണ്, അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. അയാൾ ആ തിന്മകളോടുള്ള സമാപനം ഒരു ഈച്ചയെ പോലെയാണ്, ദുബാബ്, ഈച്ചയെ പോലെയാണ്. അതിങ്ങനെ പറക്കുന്നതിന്റെ ഇടയ്ക്ക് മൂക്കിന്റെ അറ്റത്തിരുന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയെന്നാണ് റസൂൽ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇതൊന്നും ഒരു ഗൗരവവും കാണാത്ത കുറെ ആളുകൾ, ഫുജൂറുകൾ തന്നെ ചെയ്യുന്ന ആളുകൾ. അതുപോലെ ഈച്ച മൂക്കിന്റെ അറ്റത്തിരുന്നാൽ കൈ കൊണ്ട് തട്ടി മാറ്റുന്നത് പോലെ കാണുന്ന ആളുകൾ, അവർക്കത് അത്രേ ഉള്ളൂ. ആ ആളുകളിലല്ല നമ്മൾ പെടേണ്ടത്. അതല്ല നമ്മളുടെ ആദർശവും വിശ്വാസവും. നമ്മളുടെ ആദർശവും വിശ്വാസവും എന്നത് തിന്മകൾ നമ്മളുടെ നെറുകയിലൂടെ പൊളിഞ്ഞു വീഴും, നമ്മൾ അത് അടിയിൽ കുടുങ്ങിപ്പോയി പെടഞ്ഞ് മരിച്ചു പോകരുത്. നമുക്ക് ആ ഭയം എപ്പോഴും വേണം. സമൂഹത്തിൽ നടക്കുന്ന ജീർണതകളൊക്കെയും നമ്മൾ വാരി വലിച്ചണിയേണ്ടതില്ല. നമ്മൾക്ക് ഇതിൽ തീരുമാനം എടുക്കാനൊന്നും കഴിയില്ല എല്ലാ കാര്യവും. റസൂൽ നോക്ക്, നിങ്ങൾ ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, റസൂൽ ഒരിക്കൽ പറഞ്ഞാണ്, നിങ്ങൾ പല കേസുകളുമായിട്ട് എന്നെ സമീപിക്കും. ഇത് റസൂൽ എന്നെ പറഞ്ഞത് ഇതാണ്. നിങ്ങൾ പല പ്രശ്നങ്ങളുമായി എന്നെ സമീപിക്കും, ഞാൻ നിങ്ങളുടെ പക്ഷത്തുള്ള തെളിവുകൾ നോക്കി വിധി പറയും. റസൂൽ പറയുന്നത് എന്താണോ? ഒരാൾ തെളിവ് സമർപ്പിക്കും, ഇങ്ങനെ ഭാഗത്ത് പറഞ്ഞു, അതിൽ തെളിവ് ഏതാണ് അനുകൂലം നോക്കിയിട്ട് അതിനനുസരിച്ച് വിധി പറയും. ഞാൻ നബിയാണെന്നതിന്റെ പേരിൽ എനിക്ക് വഹി അടിസ്ഥാനത്തിൽ പറയാൻ കഴിയില്ല. പ്രത്യക്ഷ ഇന്നമാന ബഷറുൻ എന്ന് പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ റസൂൽ പറയുന്നത്. അങ്ങനെ എനിക്ക് വിധി പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് റസൂൽ അവസാനം പറഞ്ഞത് അറിയും, നിങ്ങൾ ചില ആളുകൾ അൽഹലുബി ലിസാനിഹി, നാവ് നല്ല മൂർച്ചയുള്ളവരുണ്ടാവും. വളരെ വ്യക്തമാണ് വാക്ക്. ഏതു കുരുക്കിന്റെ ഉള്ളിലൂടെയും ചാടാവുന്ന നാവും ശരീരഭാഷയുള്ളവരുണ്ടാവും. ഏത് കുരുക്കും അഴിച്ചു ചാടും അവര്, എവിടെയും കുടുങ്ങില്ല. ഏത് പ്രതിസന്ധിയിലും രക്ഷപ്പെടാൻ കഴിയും. അതിനുള്ള ശരീരഭാഷയും നാവും ഭാവവും ഒക്കെ, തന്ത്രവും കുതന്ത്രവും ഒക്കെ മനുഷ്യനുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ തെളിവ് സമർപ്പിച്ചേക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റസൂൽ പറയാം, അപ്പൊ ആ തെളിവ് അനുസരിച്ച് ഞാനാണ് പറഞ്ഞു, തെളിവ് പറയാൻ ഒരാൾക്ക് കഴിയും, മറ്റൊരു സത്യം അങ്ങനെയാണെങ്കിലും തെളിവ് പറയാൻ കഴിയില്ല. റസൂൽ പറയുന്നത്, അവൻ മനസ്സിലാക്കേണ്ടത് അവന് ഞാൻ നരകത്തിന്റെ ഒരു കഷ്ണമാണ് വിഹിതം വെച്ച് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. മറ്റവന്റെ ഓഹരിയെ തർക്കിച്ച് വാങ്ങിക്കൊണ്ടുണ്ടെങ്കിൽ ഞാൻ വിധി അനുസരിച്ച് പറയും, തെളിവനുസരിച്ച്. പക്ഷെ അവൻ മനസ്സിലാക്കേണ്ടത് തെളിവനുസരിച്ച് കിട്ടില്ല, കോടതി കിട്ടിയാൽ വിധിച്ചാൽ ശരിയായി എന്നാണ് അവന്റെ ഭാവം. കോടതി പറഞ്ഞാൽ ശരിയായി എന്നാണ്. പക്ഷെ അവൻ മനസ്സിലാക്കേണ്ടത് അവൻ നരകത്തിന്റെ ഒരു കഷ്ണമാണ് വാങ്ങിക്കൊള്ളുന്നത് എന്നാണ്. നോക്കൂ, നമ്മൾക്ക് പരലോകത്ത് വാദിക്കാനുള്ള വക്കീൽ ആരാ? ആരും ഉണ്ടാവില്ല. എല്ലാ കുരുക്കുകളെയും എല്ലാ കുതന്ത്രങ്ങളെയും മറികടക്കാൻ കഴിയുന്ന മുഴുവൻ സാമർഥ്യവും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെ പിന്നെ എങ്ങനെയാണ് പിടികൂടുക? നമുക്ക് ആരെങ്കിലും പിടികൂടാൻ കഴിയുന്നുണ്ടോ നമ്മൾക്ക്? അവൻ അതിന് മാത്രം സാമർഥ്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നേരത്തെ കണ്ടാണ് എല്ലാ കരുക്കളും ഒരുക്കി വെച്ചിട്ടാണ് ഇവൻ ചാടുന്നത്. അതാണ് മനുഷ്യൻ. ഇന്ന് നമ്മൾ കാണുന്ന വാർത്തകളിൽ ഒട്ടുമിക്കതും ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ നമ്മൾക്ക് ഇങ്ങനെ വിലയിരുത്തിയാൽ, പരിശോധിച്ചാൽ മനസ്സിലാകും ഇതൊക്കെ. ഈ മനുഷ്യനെ പിന്നെ ആരാ ശിക്ഷിക്കുക? അതാ റസൂല് പറഞ്ഞത്, നമുക്ക് ഇവിടെ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലിന് കഴിയില്ല എന്നാ പറഞ്ഞത്. എന്ത് കഴിയില്ല? നിങ്ങൾ ഉള്ളു നോക്കി തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല. പ്രത്യക്ഷമായ തെളിവനുസരിച്ച് വിധിച്ചു വരും. പക്ഷെ പരലോകത്ത് എന്നാ ഞാൻ തന്നത് നരകത്തിന്റെ കഷ്ണം നിനക്ക് ഓർമ്മ ഉണ്ടാവണമെന്നാ. അങ്ങനെ റസൂലിന് പോലും പറയാൻ കഴിയുള്ളൂ.
നരകത്തിന്റെ കഷ്ണമാണ് ഞാൻ വിഹിതം വെച്ച് തന്നെന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാണ്. അപ്പൊ മനുഷ്യൻ ചെയ്യുന്നത് അവനവന്റെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. ഈ കുത്തൊഴുക്കുകളിൽപ്പെട്ട് ഒരു തരം അധാർമികതകളുടെ കുത്തൊഴുക്കാണ്. ആ കുത്തൊഴുക്കുകളിൽ നമ്മൾ ഒലിച്ചു പോവാതെ നമ്മൾക്ക് ആ ഒഴുക്കിനെതിരെ നിയന്ത്രിച്ച് നിർത്തി പിടിച്ചു നിൽക്കാൻ കരുത്തും ശക്തിയും നമ്മൾക്ക് കിട്ടേണ്ടത് നമ്മുടെ ഈമാന്റെ ബലം കൊണ്ടാണ്. ആ ഈമാന്റെ ബലം കൊണ്ട് നമ്മൾക്ക് ഇതിനൊക്കെ മറികടന്ന് ഈ സാഹചര്യത്തിലും ഇതുപോലെ പല സാഹചര്യങ്ങളും ഇടയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ അതിന്റെ പക്ഷം ചേർന്ന് നമ്മളും ഇങ്ങനെ ഒരാളായി മാറേണ്ടതില്ല. നമ്മൾ ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുക. നമ്മൾ നീതിയും ധർമ്മവും സത്യവും ഒക്കെയാണ് നമ്മുടെ ഭാഗം. നമ്മൾ മതമാണ് പറയുന്നത്. ആ മതത്തിന്റെ മൂല്യം അനുസരിച്ച് നമ്മൾ നിൽക്കുക. അല്ലെങ്കിൽ പരലോകത്ത് ചെല്ലുമ്പോൾ വട്ട പൂജയായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ധാർമ്മികത നിലനിർത്താൻ ശ്രമിക്കുക. പരമാവധി അത് പിടിച്ചു നിർത്തുക. സമൂഹം നാടും ഒക്കെ എതിരിലൊഴുകുമ്പോഴും നമ്മൾ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കുന്ന വേണം. നമ്മൾ ആ കൂട്ടത്തിൽ ഒഴുകി, നാട്ടിൻ്റെ കൂടെ ഒഴുകി നമ്മളുടെ ദീൻ ഇല്ലാതാക്കരുത്. മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കണം. മനസ്സ് നോക്കിയാണ് തീർപ്പ് കൽപ്പിക്കുക. അപ്പൊ ഇതിൽ കക്ഷിയൊക്കെ ചേർന്ന് നമ്മളിങ്ങനെ നമ്മുടെ ദീൻ ഇല്ലാതാകുന്ന അവസ്ഥ വരാതിരിക്കുക. നല്ല ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പടച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലായിരുന്ന സമയത്ത് അവിടുന്ന് വുളു എടുക്കുകയാണ്. വുളു എടുത്തപ്പോൾ സഹാബികൾ ചിലർ അള്ളാഹുവിൻ്റെ റസൂൽ വുളു എടുക്കല്ലേ, ആ വെള്ളത്തിന്റെ ബാക്കി വരുന്നതൊക്കെ എടുത്ത് ശരീരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ തേക്കാൻ തുടങ്ങി. നബിയോടുള്ള അതിരറ്റ സ്നേഹമാണത്. ഇത് വളരെ വൈകാരികമാണ്. നമുക്കത് വാക്കുകൾക്കും വർണ്ണനകൾക്കും ഒക്കെ അപ്പുറമാണ് റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. റസൂൽ മുന്നിലാണ് നിൽക്കുന്നത്. ആ റസൂലിന്റെ കൂടെ ജീവിച്ച ആളുകളാണ് അവര്. നമ്മൾ ഭാവനയിൽ കാണുന്നത് പോലെയല്ല. റസൂൽ ഒന്നും എടുത്ത വെള്ളം ബാക്കി വന്നത് അവർ ശരീരത്തിൽ ഇങ്ങനെ വാരി തേക്കാൻ തുടങ്ങി. ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ റസൂൽ അവരോട് ചോദിച്ചു, മാ യഹ്മിലുക്കും അലാ ഹാദാ, നിങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഒന്നെടുത്ത ബാക്കി വെള്ളം വന്ന് നിങ്ങൾക്ക് ശരീരത്തിൽ തേച്ചല്ലോ, എന്താ നിങ്ങൾ ഇതിന് പ്രേരിപ്പിച്ചത്? അവർ പറഞ്ഞൊരു മറുപടി, ഹുബ്ബുല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ് എന്നാണ്. അള്ളാഹുവിനോട് റസൂലിനോടുള്ള സ്നേഹമാണ്. നേരാണ് അവർ പറഞ്ഞത്. സഹാബികളാണ്. നബിനോടുള്ള സ്നേഹം കൊണ്ടാണ് നബി ഒന്നെടുത്ത വെള്ളം കിട്ടിയപ്പോൾ ദേഹത്ത് നമ്മളൊക്കെ ചിലപ്പോൾ തേച്ച് നൂരും. നമ്മൾക്ക് മുന്നിൽ റസൂൽ വന്നു നിന്ന നബിനെ തൊട്ടു നോക്കും. നമ്മൾ ഒരു വൈകാരികമാണ് വിഷയം. നബിയുടെ കയ്യിൽ എന്തെങ്കിലും വീണാൽ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് സൂക്ഷിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനേക്കാൾ വളരെ നിലവാരം കുറഞ്ഞ സെലിബ്രിറ്റീസിന്റെ ഒക്കെ എടുത്ത് സൂക്ഷിക്കുന്നില്ല ആൾക്കാർ. ഒരു നിലവാരം ഇല്ലാത്ത. അപ്പൊ അള്ളാഹുവിന്റെ റസൂലാണ്. അത് ചെയ്തു. റസൂൽ ചോദിച്ചു, എന്തേ ചെയ്ത്? ഹുബ്ബുല്ലാഹി വ റസൂലി, അള്ളാഹുവിനോട് റസൂലിനോടുള്ള സ്നേഹം. അപ്പൊ റസൂൽ അവരോട് പറഞ്ഞത്, മൻ സർറുഹു അൻ യുഹിബ്ബല്ലാഹു വ റസൂലുഹു ഔ യുഹിബ്ബുഹുല്ലാഹു വ റസൂലുഹു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നതിൽ സന്തോഷമുണ്ടെങ്കിൽ, ഔ യുഹിബ്ബുഹുല്ലാഹു വ റസൂലുഹു, അല്ലെങ്കിൽ അള്ളാഹും റസൂലും അവനെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നു എങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫൽ യുസദ്ദിഖ് ഹദീസുഹു, സംസാരിക്കുമ്പോൾ സത്യം പറയണം. നമുക്ക് നബിയെ സ്നേഹിക്കാനുള്ള വഴി റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് സംസാരത്തിൽ സത്യം പുലർത്തുക. ഫൽ യുഅദ്ദി അമാനത്തുഹു, അമാനത്തുകളൊക്കെ വിശ്വാസ്യത ജീവിതത്തിന്റെ വലിയൊരു മേഖലയാണത്. ആ വിശ്വാസ്യത എല്ലാ രംഗത്തും പൂർത്തീകരിക്കുക. ദാമ്പത്യ ബന്ധത്തിൽ വിശ്വാസ്യതയുണ്ട്,
കുടുംബ ബന്ധങ്ങളിലുണ്ട്, സമൂഹങ്ങളിലുണ്ട്, നമ്മൾ ജോലി ഒക്കെ വിശ്വാസ്യത എന്നൊരു ഭാഗമുണ്ട്. ആ വിശ്വാസ്യത നിർവഹിക്കണം. മൂന്നാമത് പറഞ്ഞത് ഫൽയഹ്സിൻ ജിവാറ മൻ ജാവറക, അയൽക്കാരനോട് നല്ല നിലക്ക് പെരുമാറണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റബീഉൽ അവ്വൽ മാസമാണ്. നബി ജനിച്ചത് റബീഉൽ അവ്വൽ 12 പറഞ്ഞുകൊണ്ട് എൻ്റെ ശരിയായ കണക്കനുസരിച്ച് 9-നും മരണം 12-നുമാണ്. അത് നമുക്ക് തർക്കം വിടാം. റബീഉൽ അവ്വൽ 1 മുതൽ തന്നെ ജന്മദിനം, നബിന്റെ ജന്മദിനം ആഘോഷിക്കും. മുമ്പൊക്കെ ഒരു ദിവസം നടന്നിരുന്നത് ഒരു മാസം ആഘോഷിച്ചാലും തീരാതെ റബീഉൽ ആഖിറിലേക്കും നൂളും ബാക്കിയുള്ളത്. പിന്നെ അത് ആഘോഷമാണ്. എന്താ ആഘോഷം? വീടുകൾ അലങ്കരിക്കും, പള്ളികളൊക്കെ കാണാം. സുബൈക്ക് പോകുമ്പോൾ വെളിച്ചം ലൈറ്റിട്ട് അലങ്കരിക്കും. ക്രിസ്ത്യൻ ചർച്ചുകൾ അലങ്കരിക്കുന്നത് പോലെ, ക്രിസ്തുമസിന് അവരുടെ വീടുകളും കടകളൊക്കെ അലങ്കരിക്കുന്നത് പോലെ, തോരണങ്ങൾ തൂക്കുന്നത് പോലെ നമ്മുടെ ആളുകളൊക്കെ തുടങ്ങി എല്ലാം തൂക്കുന്നുണ്ട്. വാഹനങ്ങൾ ഇനി അലങ്കരിക്കും. ഇതൊക്കെ കാണാവുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ കണ്ടിരുന്നു നമ്മൾ. അങ്ങനെ ഒരു അലങ്കാരം വരുത്തി നബിയെ ആഘോഷിക്കുക. എന്നിട്ട് എന്താണ്? സുഭിക്ഷമായിട്ട് ഉണ്ണുക, ഉറങ്ങുക. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ വേണ്ടി ഒരു കുറ്റവും ഇല്ലാത്തൊരു കാര്യമാണ് ആ സഹാബികൾ ചെയ്തത്. അത് കുറ്റമാണെന്ന് റസൂൽ പറഞ്ഞൊന്നുമില്ല. ഒരു സ്വാഭാവിക പ്രതികരണമാണ്. നബിയോടുള്ള അനുരാഗം, സ്നേഹം അങ്ങനെ സംഭവിപ്പിച്ചതാണ്. പക്ഷെ റസൂല് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ നല്ല നിലക്ക് സത്യസന്ധമായി സംസാരിക്കാൻ ശീലിക്കണം. അതാണ് ഒന്ന്. അയൽക്കാരനുമായിട്ട് നല്ല നിലക്ക് നിൽക്കണം. ജനങ്ങളുമായുള്ള ഇടപാടുകളിലൊക്കെ വിശ്വാസ്യത പുലർത്തണം എന്ന് പറഞ്ഞു. ഇപ്പൊ 2 ദിവസം മുമ്പ് നോക്കൂ, റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ കിടക്കുന്ന ഓരോ സംഗതികൾ. ഒരു മുടി അത് 1/2 സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട് പോലും, നബിയുടെ മുടി. നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിനി പ്രദർശനത്തിന് വെക്കുകയാണ്. എന്താ ചെയ്യുന്നത്? റബീഉൽ അവ്വൽ മാസല്ലേ. നോക്കൂ, 1400-ലധികം വർഷം കഴിഞ്ഞ് റസൂൽ വഫാത്തായിട്ട് ആ റസൂലിന്റെ മുടിയാണ് നമ്മളെ കേരളത്തിൽ വരുന്നത്. വേറെ ലോകത്തുകൂടി അത് കാണുന്നില്ല. കേരളത്തിലേക്ക് മാത്രം റസൂലിന്റെ മുടി ഇങ്ങോട്ട് വരുന്നു. നോക്കുകൾ എന്തുമാത്രം സത്യസന്ധത അതിലുണ്ടാവും. നബി പറഞ്ഞത് സത്യസന്ധത പുലർത്തണം എന്നാണ്. അതിന് നേരെ എതിര് ആ മുടി ഇപ്പോഴിതാ 1/2 സെന്റിമീറ്റർ വളർന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇനി നടക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നതുപോലെ ആ മുടി മുക്കിയ വെള്ളം വിൽപ്പനക്ക് വെക്കും. ലക്ഷങ്ങൾ സാധുക്കളായ മനുഷ്യന്മാർ കൊണ്ടുപോയി വാങ്ങി കുടിക്കും. കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷമൊക്കെ റസൂലിന്റെ ഖബറിന്റെ അടുക്കലുള്ള പൊടി കിട്ടിയിരുന്നു. ഉമിനീരാണ് ഇപ്പോൾ കേൾക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ കണക്കുന്നൊക്കെ? നബിയെ സ്നേഹിക്കുകയാണ്. നബിയെ വിറ്റ് കാശാക്കുന്നു. അദ്ദേഹത്തിന്റെ മുടി എന്ന പേരിൽ ഏതോ നീണ്ട മുടി കൊണ്ടുവന്ന് വച്ച് അത് വിറ്റ് ആ മുടി മുക്കിയ വെള്ളം വിറ്റ് പണം ഉണ്ടാക്കുന്നു. അതിന്റെ പേര് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബിയെ നമ്മൾ സ്നേഹിക്കുന്ന രൂപം. റസൂൽ പറഞ്ഞത് ഇതൊന്നുമല്ല സ്നേഹം. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ നമ്മൾ ജീവിക്കാൻ ശീലിക്കുമ്പോൾ നബി സ്നേഹമായി. അതിനാരും തയ്യാറില്ല. നബിയെ ആഘോഷിച്ച് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി മുതലാക്കാനുള്ള ശ്രമമാണ്. ഇതൊരു സാന്ദർഭികമായിട്ട് നമ്മൾ ഓർക്കേണ്ട വിഷയമാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. വീടുകളിൽ നടക്കും, പള്ളികളുടെ അടുത്തും റോഡുകളിലൊക്കെ അരങ്ങേറിയ ഏർപ്പാട്. നമ്മൾ ചില സാധുക്കളായ ആളുകൾ ചോദിക്കാറുള്ളത്, ഇപ്പൊ നമ്മളാണ് കൂടി കൊടുത്തില്ല, എന്താ പ്രശ്നം? എന്താ കൂടി കൊടുക്കാൻ പറ്റില്ല? എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. ഇമാം ബുഖാരിക്ക് രേഖപ്പെടുത്തിയ ഹദീസ്. മതവിഷയങ്ങളിൽ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത എന്തെങ്കിലും ഒന്ന് പുതുതായിട്ടുണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, തള്ളിക്കളയണമെന്നാണ്. ആ തള്ളിക്കളയുക എന്നത് നമ്മളുടെ നബിയോടുള്ള സ്നേഹമാണ്. നബിയോട് നമ്മൾക്കുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് റസൂൽ പറയുന്നത് അനുസരിച്ചു കൊണ്ടാണ്. അതെന്താ റസൂൽ പറഞ്ഞത്? ഈ പറഞ്ഞ ബിദ്അത്തുകൾ മുഴുവനും തള്ളണമെന്നാണ്. അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നമ്മൾ നബിയെ സ്നേഹിക്കേണ്ടത്. ഈ വേണ്ടാത്ത വൃത്തികൾക്ക് കൂടി കൊടുത്തുകൊണ്ടല്ല, ഒഴിവാക്കിക്കൊണ്ട് നബിയെ സ്നേഹിക്കുക. സാന്ദർഭികമായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ഓർക്കുക. സർവശക്തനായ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യസന്ധമായും സ്നേഹിക്കാനും,
അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകൾ നമ്മുടെ ചെറുതും വലുതുമൊക്കെയായ എല്ലാ പ്രശ്നങ്ങളിലും പകർത്തി ജീവിക്കാനും അള്ളാഹുവേ നീ ഞങ്ങൾക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണേ. ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരുമാറാകണേ നാഥ. നാളെ പരലോകത്ത് നിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന നല്ല വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ.